ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടേ അമ്മുക്കുട്ടിന് ഇഷ്ടപ്രകാരം പുട്ടും കടലയാട്ടോ. നമ്മൾ അജ്മീൻ്റെ പുട്ടുപൊടിയായിട്ട് ഉപയോഗിക്കുന്നത്. ഭയങ്കര സോഫ്റ്റാണ്, ഒരുപാട് വെള്ളം കുടിക്കും ചെയ്യും കേട്ടോ. അങ്ങനെ പുട്ടെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഒരാൾ എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു. അവനെ താഴത്തിറക്കി അപ്പം കറിയും ആരും എടുത്തിട്ട് പോവില്ല. അങ്ങനെ അവനെടുത്തുകൊണ്ട് കടലക്കറിക്കുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ മസാലകളൊക്കെ ചേർത്ത് അത് കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഞാനൊന്ന് കിടത്താൻ നോക്കിയെങ്കിലും അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നേരം നടന്ന് കിടന്ന് ഉറക്കിയപ്പോൾ അവൻ അങ്ങ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ പോയി അവനെ കൊണ്ടുപോയി കിടത്തിട്ടോ. ആ ഒരു തക്കം നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, പാലിന് പോകാനുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടൻ്റെ വണ്ടി എടുത്ത് ഞാൻ പാലിന് പോയിട്ടോ. ഇതാണ് ഞങ്ങൾ താത്താൻ്റെ വീട് കേട്ടോ. അങ്ങനെ അവിടെ കുറച്ച് നേരം പാല് കറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം അവിടെ വായി നോക്കി നിന്നു. അവിടെ പശു മാത്രമല്ല ആടും കൂടി ഉണ്ടായിട്ടോ. പറ്റുള്ള കുറച്ച് നേരം കളിപ്പിച്ചിരുന്നത്. പിന്നെ അവിടെ ഒരു കുഞ്ഞുവാവ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു 90ൻ്റെ ആ ഒരു സമയത്ത്. അപ്പോൾ അവനെയും കളിപ്പിച്ചിരുന്നു കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പാല് താത്ത കറന്നു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലെത്തിയിട്ട് കടലക്കറിയുള്ള തേങ്ങ ഒക്കെ അരച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നല്ല ചെറിയുള്ളിയും കടുകും ചേർത്ത് വറവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വരുമ്പോഴത്തേക്കും അമ്മ പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. ഞാനതൊന്നും അറിയാതെ ആദ്യം കൂടെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിൻ്റെ ഉച്ചയുള്ള പരിപാടിയാണ്. ഉപ്പേരിക്കുള്ളതും കറിക്കുള്ളതൊക്കെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഇന്ന് ഞായറാഴ്ച കൊണ്ട് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കനൊക്കെ മുറിക്കുന്ന ഡ്യൂട്ടി എനിക്ക് കേട്ടോ. നാത്തൂൻ കറി വെക്കുന്ന തിരക്കിലാണ്. ഞാൻ കുളിച്ച് വരുമ്പോഴത്തേക്കും 2 എണ്ണം വെള്ളത്തിൽ നല്ല കളിയായിരുന്നു. 2ന് കിട്ടിയ പാടെ കുളിപ്പിച്ചാൽ കേട്ടോ. ഒത്തിരി മഴയ്ക്ക് ശേഷം ഇന്നാണ് അടിപൊളി വെയിലടിച്ചപ്പോൾ വീടിൻ്റെ ഉള്ളിൽ അകത്തും പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് ഡ്രസ്സ് ഉണങ്ങാത്തുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വിരിച്ചിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉച്ചഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മുറ്റത്ത് പോയി നോക്കുന്നുണ്ട്, കാരണം മഴ പെയ്തൊക്കെ നനയും കേട്ടോ. അപ്പോൾ നമ്മൾ ഉണക്കിയാൽ മാത്രം പോലെ ഇതൊക്കെ മടക്കി വെക്കാൻ വേണ്ടി അത് വലിയൊരു ടാസ്ക് തന്നെയല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലോട്ട്